റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് കോട്ടയത്ത് യൂത്ത് ഫ്രണ്ട് സെക്യുലറിന്റെ തോർത്തുമുണ്ടെടുത്ത് പ്രതിഷേധ മാർച്ച്. റബ്ബർ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക, റബ്ബറിന് 200 രൂപ വില ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. ഇതിനിടെ റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് PC ജോർജ് ഈ മാസം 28-ന് കോട്ടയത്ത് ഏകദിന ഉപവാസം നടത്തും. റബ്ബർ വിലയിടിവ് മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു വ്യത്യസ്ത സമരരീതി. റബ്ബർ കർഷകർക്ക് ഇപ്പോൾ ഉടുതുണി മാത്രമേ സ്വന്തമായുള്ളൂ എന്ന് കാണിക്കാനായിരുന്നു തോർത്തുമുണ്ടെടുത്തുള്ള പ്രതിഷേധ മാർച്ച്. തോർത്തും ബനിയനും ധരിച്ച് തലയിൽ ഷീറ്റുമായി കളക്ടറേറ്റിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്കായിരുന്നു യൂത്ത് ഫ്രണ്ട് സെക്യുലറിന്റെ പ്രതിഷേധ മാർച്ച്. റബ്ബർ വില കിലോയ്ക്ക് 200 രൂപയാക്കുക, ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുക, റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് മാറ്റാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രകടനമായെത്തിയ പ്രവർത്തകർ ഗാന്ധി സ്ക്വയറിൽ റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. റബ്ബർ കർഷകരെ സംസ്ഥാന സർക്കാർ വഞ്ചിക്കുകയാണെന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷോൺ ജോർജ് പറഞ്ഞു. ഈ സർക്കാർ പാവപ്പെട്ട റബ്ബർ കർഷകരെ പിടിഞ്ഞ് ഉണ്ടാക്കിയെടുത്തത് 600 കോടി രൂപ. നാളിതുവരെയും ഇന്നുവരെയും ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? നാളിതുവരെയായും റബ്ബർ കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത് 43 കോടി രൂപ. റബ്ബർ വിലയിടിവിൽ പ്രതിഷേധിച്ച് ഈ മാസം 28-നാണ് PC ജോർജിന്റെ ഏകദിന ഉപവാസം. തിരുനക്കരയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നടക്കുന്ന ഉപവാസം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. റിപ്പോർട്ടർ, കോട്ടയം.